ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഞങ്ങളുടെ ക്ലയൻസ് ഞങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ക്യാഷ് ബാലൻസ് ഇല്ലല്ലോ, ബാങ്ക് ബാലൻസ് ഇല്ലല്ലോ, ഈ ക്യാഷ് ഒക്കെ എവിടെയാണ് പോയതെന്ന് എങ്ങനെ അറിയുക എന്നുള്ളത്. നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര ക്യാഷ് വന്നിട്ടുണ്ട്, എത്ര ക്യാഷ് പോയിട്ടുണ്ട് അറിയുന്നതിനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര ക്യാഷ് ഇൻഫ്ലോസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ക്യാഷ് ഔട്ട്ഫ്ലോസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് രണ്ട് മെത്തേഡിലൂടെയാണ്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം, ഇൻഡയറക്റ്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഈ രണ്ട് മെത്തേഡിലും നമ്മൾ 3 രീതിയിലാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ക്യാഷ് ഇൻഫ്ലോസ് ഓർ ഔട്ട്ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ക്യാഷ് ഇൻഫ്ലോസ് ഓർ ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ക്യാഷ് ഇൻഫ്ലോസ് ഓർ ഔട്ട്ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഈ ഒരു 3 രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതായത് നമ്മുടെ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഇൻകംസ്, അതുപോലെ തന്നെ എക്സ്പെൻസുകൾ, സെയിൽസ്, പർച്ചേസ്, ഇതൊക്കെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത് നമ്മൾ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബിസിനസ്സിലേക്ക് ഫിക്സ്ഡ് അസറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും, ഫിക്സ്ഡ് അസറ്റ് സെയിൽ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ചില സമയത്ത് നമുക്ക് മറ്റുള്ള കമ്പനിയിലെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഈ ഒരു ക്യാഷ് ഇൻഫ്ലോസ് ഓർ ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത് നമ്മളെ ഫിനാൻസിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും ക്യാഷ് ആയിട്ട്, അതുപോലെ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ലോൺ റിസീവ് ചെയ്തിട്ടുണ്ടാവും, ലോൺ റീപേ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഷെയർസ് റിഡീം ചെയ്തിട്ടുണ്ടാവും, ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ വരുന്നത്. ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ക്യാഷ് ഫ്ലോയിൽ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്